കൂട്ടുകളെല്ലാം കൊല്ലങ്കോട് 14 തൃശ്ശൂർ 71 വീട് ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതെഴുതി മുന്നിലൊരു ഒരു ദേവഗാനം വിടലാർന്ന പോലെ മരമരുളി പാലം ഗോവിന്ദ കുണ്ടി മാറ്റമാവ കൊല്ലം മുതലമട ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. കണ്ടോ, കേരള ഇല്ല. ശബരിമലക്ക് 290. നമ്മളെ ശബരിമല സാംശനം വടക്കാഞ്ചേരി 39, കൊല്ലങ്കോട് 13 കിലോമീറ്റർ. അപ്പൊ നമ്മളിപ്പോ അറിയോ, നമ്മള് കേരളം ഗോവിന്ദാപുരം. കണ്ടോ, 38 കിലോമീറ്റർ വടക്കാഞ്ചേരിക്ക്. ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ്, RTO ചെക്ക് പോസ്റ്റ്. കണ്ടോ ഗോവിന്ദാപുരം. ഇത് സ്പിരിറ്റ് കച്ചവടത്തിന്റെ രാജാക്കന്മാർ താമസ സ്ഥലം ഗോവിന്ദാപുരം. അങ്ങനെയാണ് ഇവിടെ എക്സൈസിന്റെ ബോർഡറും ചെക്ക് പോസ്റ്റ് ഒക്കെ അല്ലേ. അങ്ങനെ പോകുന്നത് ഫേമസ് ആയി. ഗോവിന്ദാപുരമായിരുന്നു എക്സൈസ് സ്പിരിറ്റിന്റെ ഒരു വലിയ കേന്ദ്രമായിരുന്നു. സ്പിരിറ്റ് കൊല്ലങ്കോട് പോലീസ് കല്ലിയമ്പാറ റൂട്ട്. നമ്മുടെ അയ്യപ്പേട്ടന്റെ കട കേട്ടോ. ഇനി അവിടെ ചെല്ലുമ്പോ അവിടെ ഇടിയായിരിക്കും. നമ്മുടെ സ്പെഷ്യൽ അയ്യപ്പേട്ടന്റെ കട കല്ലിയങ്കാട്ട് പാറ പോകുന്ന വഴിയിൽ KSCB ഒരു ബോർഡുണ്ട്. അവിടുന്ന് അകത്തേക്കുള്ള വഴി അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുതിരമൂളി കല്ലിയമ്പാറ 5 കിലോമീറ്റർ റോഡാണ്. ആ റോഡേക്കൂടെ മുമ്പോട്ട് പോകുമ്പോ അയ്യോ ബൈക്ക് ഈ വളവിന് കൊണ്ട് എന്തൊരു മനുഷ്യനാണോ ഇത്. ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ്. ആ പോട്ടെ. ഇവിടെ ശരിക്കും ആളിറങ്ങി വരുന്നുണ്ടോ? അവിടെ തിരക്കായിരിക്കും. ആരക്കറിയാം. ഇയാളെ കട അത്ര ഫേമസ് ആണല്ലോ. ഇതൊന്നും ആരും ഇല്ല. നമ്മൾ അയ്യപ്പേട്ടന്റെ കടലിലേക്ക് പോകണോ. യൂട്യൂബിലേക്ക് കാണുന്ന ഫേമസ് ആയ അയ്യപ്പേട്ടന്റെ കടലിൽ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ ഉണ്ടെന്നും എന്തൊക്കെ ഇല്ലെന്നും അവിടെ തിരക്കാണോന്നും ഇന്നലത്തെ കൂട്ട് ചീറ്റി പോകുന്നു. വളരെ മനോഹരം. ആഹാ. KSC ഇവിടെ സബ്സ്റ്റേഷൻ ആട്ടോ, നിരോധിത മേഖലയാണ്. അതിന്റെ സൈഡിൽ കൂടെ പോകുന്നത്. സോളാർ പാനലാട്ടോ മൊത്തം കേട്ടോ അതിനകത്ത്. ഈ KSCBയുടെ ട്രാപ്ഡ്, വി ആർ ട്രാപ്ഡ്. മോദിജിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഗൈസ് വീണ്ടും പെട്ടു. സൂപ്പർ വളവാണ് കേട്ടോ. അതെല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. മിക്കവാറും പുറത്ത് പോയി വല്ല ബിസ്ക്കറ്റ് നിന്ന് വരും. ഇതാണ് അയ്യപ്പേട്ടന്റെ കട എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയും തിരക്കിൽ നിന്ന് അയ്യപ്പേട്ടന്റെ സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ചിട്ട് വലിയ നേരെ ഉണ്ടോ അയ്യപ്പേട്ടന്റെ കട തിരക്ക് കണ്ടോ. ഇവിടുന്ന് വല്ലതും തിന്നാൻ പറ്റുമെന്ന് വെച്ചാൽ ഇന്നലെ നമ്മള് പറഞ്ഞില്ലേ ഉണ്ടോ. ഓക്കെ.